ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളിട്ടാ, ഇല്ലെങ്കിൽ 8ന്റെ പണി കിട്ടൂട്ടാ. UAE ഒരുപാട് ആളുകൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വെക്കും. ആ ലൈസൻസ് ചിലപ്പോൾ നിങ്ങൾ റിന്യൂ ചെയ്യൂല, അതല്ലെങ്കിൽ നിങ്ങൾ അത് ക്യാൻസലും ചെയ്യാതായാലും അതിന്റെ ബാക്കിൽ വരുന്ന ഭവിഷ്യത്ത് എന്താണെന്നറിയോ? അതിനെക്കുറിച്ച് അറിയാനാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ അജ്മൽ ഭായ്, ഞാൻ ഇപ്പോൾ 2 വർഷമായിട്ട് ഒരു ലൈസൻസ് ആക്റ്റീവ് ആക്കിയിരുന്നു, പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ റിന്യൂ ചെയ്തിട്ടില്ല. അപ്പൊ അത് എന്താ, അതിന് ബുദ്ധിമുട്ടുണ്ടാവും ഇനി? തീർച്ചയായിട്ടും. കാരണം നമ്മളൊരു ട്രേഡ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഇയർലി ആണ് അതിന്റെ റിന്യൂവൽ വരുന്നത്. അപ്പൊ നമ്മൾ ഇയർലി റിന്യൂ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 1 മന്ത് ഗ്രേസ് പീരീഡ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് തരുന്നുണ്ട്. അതിനുശേഷം ഫൈൻ അവർ സ്റ്റാർട്ട് ആക്കും. അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ ലൈസൻസ് ലിക്വിഡേറ്റ് ചെയ്യണം, അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈസൻസ് നമ്മൾ വേറെ ആരുടെയും പേരിലേക്ക് മാറ്റി അത് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. ഇപ്പൊ കറന്റ്ലി എക്സ്പയർ ആയിട്ട് കിടക്കുന്ന ലൈസൻസുകളിലുള്ള ഫൈൻ പാർട്ട്നേഴ്സിന്റെ പേരിൽ ഇമ്പോസ് ചെയ്തിട്ടില്ല. ബട്ട് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ നിയമങ്ങൾ മാറാം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഒന്നെങ്കിൽ ലൈസൻസ് ലിക്വിഡേറ്റ് ചെയ്ത് കളയാം. എനിക്ക് സാധിക്കുമ്പോൾ ലൈസൻസ് കോപ്പി ഒന്ന് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരുപാട് കമ്പനികൾക്ക് ഡോക്യുമെന്റ് സർവീസസ് ചെയ്തു കൊടുക്കുന്ന ഒരു ടീമാണ് മാർക്ക് വേ. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഷെയ്ഖ് സായിദ് റോഡിൽ ദുബായ് മാൾ മെട്രോന്റെ തൊട്ടടുത്തുള്ള ഈ ഒരു ബിൽഡിംഗിലാണ് കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.